മക്കൾസ് വെൽക്കം ബാക്ക് ടു Xylem Learning. ഇറ്റ്സ് മീ JK. മക്കളെ, നമുക്ക് ഓണപരീക്ഷയ്ക്ക് ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമുള്ളൂ. എല്ലാവരും പേടിച്ചിരിക്കും. അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. Xylem ഉള്ളപ്പോൾ പിന്നെ എന്തിനു നിങ്ങൾ പേടിക്കണം അല്ലേ? മക്കളെ, നമ്മൾ ഓണപരീക്ഷയ്ക്ക് നമുക്ക് ഫിസിക്സിനകത്ത് നമുക്ക് എത്ര ചാപ്റ്റർ ഉണ്ട് നിങ്ങൾക്ക് അറിയോ? എല്ലാവരും അതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? ആദ്യത്തെ 2 ചാപ്റ്റർ കംപ്ലീറ്റ് ഉണ്ടായിരിക്കും. പിന്നെ മൂന്നാമത്തെ ചാപ്റ്ററിന്റെ ഒരു ഏകദേശം ഒരു പകുതി വരെ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി അല്ലേ? അപ്പൊ അതിനകത്ത് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പരീക്ഷയ്ക്ക് പോകുന്നതിന്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ഇക്വേഷനും സെറ്റ് ആക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അവരും പഠിക്കട്ടെ, കേരളം മൊത്തം പഠിക്കട്ടെ. ഓക്കെ, നമുക്ക് അങ്ങനെയെങ്കിൽ ഫസ്റ്റ് ചാപ്റ്റർ സൗണ്ട് വേവ്, ശബ്ദ തരംഗങ്ങൾ എന്ന ചാപ്റ്ററിനകത്ത് നമുക്കൊരു 6 ഇക്വേഷൻ പഠിക്കാനുണ്ട്. നോട്ട് ദ പോയിന്റ്. എടാ മോനെ, ശ്രദ്ധിച്ചപ്പോൾ എന്താണ്, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് 6 ഇക്വേഷനും അതേപോലെ തന്നെ സെക്കൻഡ് ചാപ്റ്ററിൽ നമുക്കൊരു 6 ഇക്വേഷൻ, അങ്ങനെ ആകെ ടോട്ടൽ മൊത്തം 12 ഇക്വേഷൻ നമ്മൾ പഠിക്കാൻ സെറ്റാക്കാൻ പോവുകയാണ്. അപ്പൊ മാക്സിമം എല്ലാവരും കൂടെ ശ്രദ്ധിച്ചോളൂ. ഞാൻ പറയുന്ന വാക്കുകളിലേക്കും സ്ക്രീനിലേക്കും മാത്രമായിരിക്കട്ടെ നിങ്ങൾ ശ്രദ്ധ. ഞാൻ നിങ്ങളെല്ലാവരും ആവാഹിച്ചെടുക്കണം. കാരണം എന്തിനാറിയോ, ഇനി വരുന്ന പരീക്ഷയ്ക്ക് നിങ്ങളെല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കണം. ആ പഠിക്കുന്നതോടൊപ്പം തന്നെ എന്ത് ചെയ്യാണ്, 6 12 ഇക്വേഷൻ നമ്മൾ പഠിച്ച് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ഒരു പേടിയും പഠിക്കേണ്ട. അപ്പോൾ ഓണപരീക്ഷ മുന്നേ നമ്മൾ എന്ത് ചെയ്യുന്നു, 12 ഇക്വേഷൻ എന്ത് ചെയ്യുന്നു, നമ്മൾ സെറ്റാക്കാൻ പോകുന്നു, പൊളിക്കാൻ പോകുന്നു, റെഡിയാക്കാൻ പോകുന്നു, ജോറാക്കാൻ പോകുന്നു. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, അപ്പൊ എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പൊ ആദ്യത്തെ ഓസിലേഷൻ, ദോലനവുമായി ബന്ധപ്പെട്ട ഒരു 4 ഇക്വേഷൻ. എന്റെ മക്കളെ, ഇത് പഠിച്ചു വെക്കണം. പല ആളുകൾക്ക് ഇത് കൺഫ്യൂഷൻ. അപ്പൊ ഓർത്ത് വയ്ക്കുക, പീരിയഡ് അല്ലെ, പീരിയഡ്, ഫ്രീക്വൻസി ആണ് ആവൃത്തി. അപ്പൊ പീരിയഡ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ടി എന്ന് കണ്ടാൽ ഓർത്ത് വയ്ക്കുക, അത് എന്താണ്? പീരിയഡ് ആണ്. പീരിയഡ് എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പൊ ക്യാപിറ്റൽ ടി ഈസ് ഈക്വൽ ടു സ്മോളർ ടി ബൈ എൻ. ഈ സ്മോളർ ടി എന്ന് പറഞ്ഞാൽ ടൈമാണ് ഉദ്ദേശിക്കുന്നത്. എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഓസിലേഷൻ, ദോലനങ്ങളുടെ എണ്ണമാണ്. അപ്പോൾ ഒരു 10 സെക്കൻഡിൽ 3 ദോലനം, അല്ലെങ്കിൽ 20 സെക്കൻഡിൽ 10 ദോലനം. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പീരീഡ് കണ്ടെത്താൻ പറ്റും. അതേപോലെ തന്നെ അത് തന്നെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രീക്വൻസിയും കണ്ടെത്താൻ പറ്റും. അപ്പൊ ആദ്യത്തെ ഇക്വേഷൻ പഠിച്ചിട്ടുള്ള എന്താണ്? ക്യാപിറ്റൽ ടി ഈസ് ഈക്വൽ ടു സ്മോളർ ടി ബൈ എൻ. ഇനി അതല്ലെങ്കിൽ പീരിയഡും ഫ്രീക്വൻസിയും തമ്മിൽ എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ, വിപരീത അനുപാതമാണെന്ന് പറഞ്ഞു അല്ലെ? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ നോക്കൂ, ടി ബൈ എൻ ആണ്. അപ്പൊ വിപരീത അനുപാതം ആയതുകൊണ്ട് ഫ്രീക്വൻസി എന്ത് വന്നു? എൻ ബൈ ടി. ഇത് നേരെ തിരിച്ചിട്ടു. അപ്പൊ എഫ് ഈക്വൽ ടു എൻ ബൈ ടി. അപ്പൊ പീരിയഡ് തിരിച്ചിടുക. അപ്പൊ ടി ഈസ് ഈക്വൽ ടു ടി ബൈ എൻ. ഈ 2 ഇക്വേഷൻ ഓർത്ത് വയ്ക്കാം. ഇനി അടുത്തൊരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ടി ഈസ് ഈക്വൽ ടു 1 ബൈ എഫ്. എഫ് എന്ന് പറഞ്ഞാൽ ഓർത്ത് വയ്ക്കുക, അത് ഫ്രീക്വൻസിയാണ്, ആവൃത്തിയാണ് ഓർത്ത് വയ്ക്കുക. ഇനി എഫ് ഈക്വൽ ടു എന്ത് എഴുതാം? 1 ബൈ ടി എഴുതാം. അപ്പൊ ഈ ഒരു 4 ഇക്വേഷൻ മക്കളെ പഠിച്ചു വെക്കണം. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ആണ്. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഹെഡ്സ് ആണ്. ഈ ഒരു കാര്യം കൂടെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ 4 ഇക്വേഷനുകൾ പഠിച്ചല്ലോ. ഇത് വെച്ച് പ്രോബ്ലങ്ങളൊക്കെ നമ്മൾ ചെയ്യും. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന 12 ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാണ്, മനസ്സിലാക്കുക, പഠിക്കുക, പഠിച്ച കാര്യങ്ങളൊന്നുകൂടി ഓർമ്മയിൽ വരുത്തുക, അതാണ് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. എടാ മോനെ, ശ്രദ്ധിക്കണം അമ്പാൻ. ഇനി അടുത്തൊരു ഇക്വേഷൻ എന്ന് പറഞ്ഞാല് V ഈസ് ഈക്വൽ ടു എഫ് ലാംഡ. എന്താണ് ഇക്വേഷൻ? V ഈസ് ഈക്വൽ ടു എഫ് ലാംഡ. V ഈസ് ഈക്വൽ ടു എഫ് ലാംഡ. V എന്ന് പറഞ്ഞാൽ സ്പീഡാണ്. അപ്പൊ നമുക്ക് സ്പീഡ് ഓഫ് സൗണ്ട് ഒക്കെ നമുക്ക് തരും. വി സ്പീഡാണ് ഉദ്ദേശിക്കുന്നത്. എഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫ്രീക്വൻസി. ലാംഡ, ഇത് ഓർത്ത് വയ്ക്കുക. ലാംഡ എന്താണ്? വേവ് ലെങ്ത് ആണ്. ഓർത്തേക്കുക, തരംഗതായിരിക്കും. ലാംഡ എന്താണ്? വേവ് ലെങ്ത്, തരംഗതായിരിക്കും. അപ്പൊ ആ ഒരു ഇക്വേഷൻ ഓർത്തേ, വി ഈക്വൽ ടു എഫ് ലാംഡ. 5ാമത്തെ ഇക്വേഷൻ. ലാസ്റ്റ് ഇക്വേഷൻ എക്കുമായി ബന്ധപ്പെട്ടാണ്. ഹലോ ജെകെ അല്ലേ? ആ ഒരു സൗണ്ട് അവിടെ പോയി തട്ടി തിരിച്ചിങ്ങോട്ട് തന്നെ വരണം. അപ്പോഴാണ് നമുക്ക് എക്കോ. അപ്പൊ സൗണ്ട് അങ്ങോട്ടും പോകുന്നു, തിരിച്ചിങ്ങോട്ട് വരുന്നു. അപ്പൊ 2 ഡിസ്റ്റൻസ് കവർ ചെയ്തു. അതുകൊണ്ട് എക്കോ കാണാൻ ഇക്വേഷൻ വി ഈസ് ഈക്വൽ ടു 2d ബൈ ടി. ഈ ഒരു ഇക്വേഷനും പഠിച്ചേക്കുക. മക്കൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ എന്താണ് 2d വരാൻ കാരണം? ഞാൻ ഇവിടുന്ന് സൗണ്ട് ഉണ്ടാക്കിയാൽ ആ സൗണ്ട് ഇവിടെ പോയി തട്ടി തിരിച്ചിങ്ങോട്ട് തന്നെ വരുന്നു. അപ്പോൾ ഇങ്ങോട്ടൊരു ഡിയും ഇങ്ങോട്ടൊരു ഡിയും. അപ്പൊ എത്ര ഡി ആയി? 2d. അപ്പോൾ v is equal to 2d by t എന്നൊരു ഇക്വേഷൻ വെച്ച് ഇതുകൂടി നിങ്ങൾക്ക് പഠിക്കാം. അങ്ങനെ ഫസ്റ്റ് ചാപ്റ്ററിൽ ആകെ ടോട്ടൽ മൊത്തം 6 ഇക്വേഷൻ സെറ്റ് മാടുതോ. റെഡി ആണോ? എടാ മോനെ, ചില കുട്ടികളൊക്കെ പറയും, സാർ എന്തിനാ ഇപ്പോൾ v is equal to 2d by t, സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം വെച്ച് ചെയ്താൽ പോരെ? അങ്ങനെയും പറ്റും. നിങ്ങൾ എന്ത് ചെയ്യുക, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ഇക്വേഷൻ ആണ് v is equal to 2d by t. അപ്പൊ ആദ്യത്തെ ചാപ്റ്ററിൽ ഇക്വേഷൻ ആണെന്ന് പറയട്ടെ. ക്യാപിറ്റൽ ടി ഈസ് ഈക്വൽ ടു സ്മോൾ ടി ബൈ എഫ് ഈക്വൽ ടു എൻ ബൈ ടി. ടി ഈസ് ഈക്വൽ ടു 1 ബൈ എഫ്. എഫ് ഈസ് ഈക്വൽ ടു 1 ബൈ ടി. വി ഈസ് ഈക്വൽ ടു എഫ് ലാംഡ.
ഇനി അടുത്ത് v = 2d/t. ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, പറഞ്ഞു പഠിക്കണം. ഇതിൽ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ലാംഡയുടെ യൂണിറ്റ് മീറ്റർ ആണെന്ന് ഓർത്തേക്കുക. v എന്ന് പറഞ്ഞാൽ സ്പീഡാണ്, അതുകൊണ്ട് m/s ആണ് അല്ലേ. ഇവിടെ അതുപോലെ തന്നെ m/s, ടൈമിന് യൂണിറ്റ് സെക്കൻഡ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ ആദ്യത്തെ ചാപ്റ്ററിൽ ഇത്ര ഇക്വേഷൻ ഉണ്ട്. ഇനി സെക്കൻഡ് ചാപ്റ്റർ ലെൻസുകളാണ് അല്ലെ. ഈ ലെൻസ് എന്നുള്ള ചാപ്റ്ററിനകത്ത് നമുക്ക് എത്ര ഇക്വേഷൻ പഠിക്കാണ്ട്, 6 ഇക്വേഷൻ പഠിക്കാനുണ്ട്. ലെൻസിൽ നമുക്ക് പഠിക്കാൻ എത്ര ഇക്വേഷൻ ഉണ്ട്, 6 ഇക്വേഷൻ പഠിക്കാനുണ്ട്. അങ്ങനെയെങ്കിൽ ഇതാ ഈ ഒരു 6 ഇക്വേഷൻ നമുക്ക് പറയാം. ആദ്യം നമുക്ക് യും വി ഒക്കെ എന്താ അറിയണം. ഇതൊരു ലെൻസ് എന്ന് പറഞ്ഞാൽ കോൺകേവ് ആവാം കോൺവെക്സ്, ഏത് ലെൻസ് ആയാലും ലെൻസ് ഇക്വേഷൻ പറഞ്ഞ ഒരേ ഇക്വേഷൻ തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോ ഞാനിവിടെ ചിത്രത്തില് കോൺവെക്സ് ലെൻസ് എടുത്തോണ്ട് സാറേ ഇതിന് മാത്രമാണോ ഇക്വേഷൻ വിചാരിക്കരുത്. കോൺകേവ് ആയാലും കോൺവെക്സ് ആയാലും ലെൻസ് ഇക്വേഷൻ സെയിം ആണ്, ഒക്കെ സെയിം ആണ്. അപ്പൊ അതിലൊന്നും കൺഫ്യൂഷൻ വേണ്ട. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഇവിടെ ഒരാൾ നിൽക്കുന്നു എന്ന് വിചാരിക്കുക, ഞാൻ തന്നെയാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഒരാൾ നിൽക്കുന്നു വിചാരിക്കുക, അതിന്റെ ഇമേജ് ഇവിടെ തല കീഴായി കിട്ടുന്നു വിചാരിക്കുക. അങ്ങനെയെങ്കിൽ തല കീഴായിട്ടുള്ള ഇമേജ് ഒക്കെ എന്താണ്, റിയൽ ആണ്, യഥാർത്ഥമാണെന്നൊക്കെ അറിയാം. ഈ ലെൻസിൽ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം, ഈ ദൂരത്തെ നമ്മൾ യു എന്ന് പറയുന്നു, ഇങ്ങോട്ടുള്ള ദൂരത്തെ നമ്മൾ വി എന്ന് പറയുന്നു. അപ്പോൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാല് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ്, അതിന് ഏതക്ഷം കൊണ്ട് സൂചിപ്പിക്കുന്നു, യു എന്ന അക്ഷം കൊണ്ട് സൂചിപ്പിക്കുന്നു. ഇനി ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ ഏതക്ഷം കൊണ്ട് സൂചിപ്പിക്കുന്നു, വി. ഇതൊക്കെ പഠിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ലെൻസ് ഇക്വേഷൻ വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ വി എന്ന് പറഞ്ഞാൽ നേരത്തെ സ്പീഡാണെന്നൊന്നും ഓർത്ത് വെക്കരുത്. ഇനി ഇവിടെ എന്തുണ്ടായിരിക്കും, ഒരു ഫോക്കസും ഉണ്ടായിരിക്കും, അത് എഫ് ആണ്. ആ എഫ് കാണുമ്പോൾ ഇനി ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഫ്രീക്വൻസി എന്നൊന്നും പറയരുത്, വി എന്ന് പറഞ്ഞാൽ സ്പീഡ് ഒന്നും പറയരുത്, യു എന്ന് പറഞ്ഞാൽ യൂണിഫോം അല്ലെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി അങ്ങനെ ഒന്നും പറയരുത് കേട്ടോ. ഇത് ലെൻസിന്റെ ഭാഗത്താണ്. അപ്പോൾ ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് യു ആണ്, ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് വി ആണ്, ഓർത്തു വെക്കണം. അപ്പൊ വ്യൂ എന്താണ്, ഒന്നുമല്ല, ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്താണ്, യു യു യു. ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് എന്താണ്, വി 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 എന്ന് ഓർത്ത് വയ്ക്കാം. ഇത് എഫ് എന്ന് പറഞ്ഞാൽ ഫോക്കൽ ലെങ്ത് ഓർത്ത്. ഇനി ന്യൂ കാർട്ടീഷ്യൻ സയൻസ് പ്രകാരം, അതായത് ചിഹ്നങ്ങളൊക്കെ കൊടുക്കൂലേ, ഇവിടുന്ന് ഇങ്ങോട്ട് അളക്കുന്ന ദൂരം നെഗറ്റീവ് ആയിരിക്കും, ഇങ്ങോട്ട് അളക്കുന്ന ദൂരം പോസിറ്റീവ്. അപ്പോൾ യു എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിരിക്കും, വി എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിരിക്കും. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചാൽ, ഞാനിപ്പോൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. നമ്മൾ എന്താണ്, ലെൻസ് ഇക്വേഷനിലേക്ക് കിടക്കുകയാണ്. ലെൻസ് ഇക്വേഷൻ ആണ്, ഇതാണ് നമ്മളെ ബേസിക് ഇക്വേഷൻ. 1/f = 1/v - 1/u. ഇതാണ് ലെൻസ് ഇക്വേഷൻ. അത് കോൺകേവ് ആയാലും കോൺവെക്സ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ 1/f = 1/v - 1/u. പല കുട്ടികൾക്ക് 1/, വെച്ചൊക്കെ പ്രോബ്ലം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനത്തെ ആളുകൾ ഒന്ന് ഇവിടെ ശ്രദ്ധിച്ചോളൂ. എന്താണ് ഈ f = uv/u - v എന്നുള്ള ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. അപ്പൊ നിങ്ങൾ ഇത് പഠിച്ചാൽ, അപ്പൊ എഫ് ഫോക്കൽ ലെങ്ത്, ഫോക്കസ് ദൂരമൊക്കെ കാണാൻ പറഞ്ഞാൽ f = uv/u - v. കൺഫ്യൂഷൻ വരാൻ പാടില്ല. അടുത്ത് വി എന്ന് പറഞ്ഞാൽ ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ്. ചിലപ്പോൾ നിങ്ങളോട് ഇമേജ് ഡിസ്റ്റൻസ് കാണാൻ പറയും. അപ്പൊ നിങ്ങൾക്ക് ഇക്വേഷൻ ആണ് uf/u + f. വി സികളുടെ എന്താണ്, uf/u + f. ഇനി യു ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് കാണാൻ പറഞ്ഞു, വസ്തുവിലേക്കുള്ള ദൂരം കാണാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ എന്ത് ഇക്വേഷൻ ഉപയോഗിക്കണം, fv/f - v. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് പഠിക്കാൻ ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. കുറേ കുട്ടികൾക്ക് ഇത് കൺഫ്യൂഷൻ. അപ്പൊ ആ കൺഫ്യൂഷൻ മാറ്റാൻ ഞാൻ ചെറിയൊരു ടെക്നിക്ക് പറയണം. അപ്പൊ എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. ഇവിടെ നോക്കുക, ആദ്യം ഏതിൽ മാത്രമാണ് പ്ലസ് വരുന്നത്, വിക്ക് മാത്രമാണ് പ്ലസ് വരുന്നത്, ബാക്കി രണ്ടും എന്താണ്, മൈനസ്. അപ്പൊ അതെങ്കിലും ഓർത്ത് വെക്കാൻ, അത് ഓർക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? വി മാത്രം ലെൻസ് ഇക്വേഷനിൽ കോൺകേവ് ആയാലും കോൺവെക്സ് ആയാലും വിയിൽ മാത്രമേ പ്ലസ് വരുന്നുള്ളൂ. ഇതാ കണ്ടില്ലേ, എടാ മോനെ അമ്പാനെ കണ്ട് ശ്രദ്ധിക്കുക, അവിടെ കണ്ടില്ലേ, വി മാത്രമാണ്, വി എന്നുള്ള ഇക്വേഷൻ കാണുമ്പോൾ മാത്രമാണ് ഇവിടെ പ്ലസ് വരുന്നത്, ബാക്കിയൊക്കെ ഇവിടെ മൈനസ് ആണ്. ആ ഒരു ഐഡിയ വെച്ച് ഞങ്ങൾക്ക് ഒരു ഇക്വേഷൻ കണ്ടെത്തേണ്ട രീതി ഞാൻ പറഞ്ഞുതരാം. പരീക്ഷയ്ക്ക് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുന്നില്ലെന്ന് ഉറപ്പാണ്, 100% ഉറപ്പാണ്. സൈലം ബ്രേക്കിംഗ് ന്യൂസ്. എന്താണ്, 100% ഉറപ്പാണ് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ചെയ്യാൻ വരുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാറ്, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഭാഗത്ത് UV എന്ന് എഴുതുക. UV എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, അൾട്രാ വയലറ്റ് റേസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ. അപ്പൊ നിങ്ങൾ വെറുതെ എന്ത് ചെയ്യുക, UV എന്ന് എഴുതുക. ലെൻസ് ആകുമ്പോൾ ഫോക്കസ് സെൻട്രൽ എന്ന് വിചാരിക്കുക. എന്നിട്ട് എഫിന് എന്ത് ചെയ്തു, സെൻട്രൽ കൊടുത്തു. അപ്പൊ UV ഞാൻ എഴുതി, അൾട്രാ വയലറ്റിന്റെ സെൻട്രൽ ഞാൻ എന്ത് കൊടുത്തു, ഫോക്കസ് എഫ് കൊടുത്തു. അപ്പൊ യു എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ്, വി എന്ന് പറഞ്ഞാൽ ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ്, ഇനി എഫ് എന്ന് പറഞ്ഞാലോ അത് ഫോക്കസ് ദൂരമാണ്. ഇതിൽ ഏത് മാത്രമാണ് പ്ലസ് എന്ന് പറഞ്ഞത്, വി മാത്രമാണ് പ്ലസ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു അറിയോ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇവിടെ ഒരു പ്ലസ് ഇട്ടിച്ചു, വി മാത്രമാണ് പ്ലസ്. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ UF/V എന്ന് എഴുതിയിട്ട് ഒരു പ്ലസ് ഇട്ടു. അത് എന്തിനാണ്, അപ്പൊ നിങ്ങൾക്കറിയാം സാറ് പറഞ്ഞിട്ടുണ്ട് വി മാത്രമാണ് പ്ലസ്, ബാക്കിയൊക്കെ മൈനസ് ആണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ വി എന്നുള്ള ഇക്വേഷൻ കണ്ടെത്തുമ്പോൾ അത് പ്ലസ് ആണെന്ന്. അപ്പൊ ഇനി ഇതിൽ ഇക്വേഷൻ കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി അറിയോ, നിങ്ങൾ വി കണ്ടെത്തുമ്പോ
വി കണ്ടെത്തുമ്പോൾ ഞാനിവിടെ വീന്ന് എഴുതി. വീന്ന് എഴുതുമ്പോൾ ഇതിനെ ഞാൻ ഒഴിവാക്കി. ഞാനിപ്പോൾ ഈ റൗണ്ട് ചെയ്തതിനെ ഒഴിവാക്കി ഇങ്ങനെ പൊത്തി പിടിച്ചേക്കാം, ഇങ്ങനെ മറച്ചേക്കുക. ബാക്കി ഇവിടെ എന്തേ ഉള്ളൂ? വി യു എഫ് ആണ് അല്ലേ. അപ്പോൾ യു എഫ് ബൈ യു പ്ലസ് എഫ്, ഇതാണ് വി എന്ന് പറയുന്നത്. മനസ്സിലായോ? വി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? വി ഈസ് ഈക്വൽ ടു യു എഫ് ബൈ യു പ്ലസ് എഫ്, ഇതാണ് വി എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇവിടെ എഴുതിയേക്കാണ് വി ഈസ് ഈക്വൽ ടു യു എഫ് ബൈ യു പ്ലസ് എഫ്. ആദ്യത്തെ ഇക്വേഷൻ കിട്ടി. മനസ്സിലായോ? മനസ്സിലായി, ഈസി ആയില്ലേ? പക്ഷെ ഈ ഓർഡർ തെറ്റാൻ പാടില്ല, തെറ്റി ആകെ തെറ്റും. അപ്പോൾ യു വി എഴുതിയിട്ട് അതിന്റെ ഇടയിൽ എഫ് എഴുതുക. വി മാത്രമേ പ്ലസ് ഉള്ളൂ. അപ്പോൾ വി പ്ലസ് ആയതുകൊണ്ട് വി ഈസ് ഈക്വൽ ടു എന്താണ്? യു എഫ് അങ്ങനെ തന്നെ എഴുതുക, ബൈ യു പ്ലസ് എഫ് എന്ന് എഴുതി. അതാണ് ഞാൻ ഇവിടെ എഴുതിയത്. ഇനി ഈ ഇക്വേഷനിൽ നിങ്ങൾക്ക് എഫ് കാണണമെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ എഫ് എഴുതി. ബാക്കി ഇവിടെ എന്തൊക്കെയുള്ളത്? യുവും വിയും. ആ യുവും വി ഞാൻ എന്ത് ചെയ്തു? ഇവിടെ എഴുതി വെച്ചു, ബൈ യു മൈനസ് വി. കാരണം എന്താണ്? യുവും വിയും എഫ് എന്ന് പറഞ്ഞാൽ മൈനസ് ആണ് വരുന്നത്. അപ്പോൾ മൈനസ് എന്ന് പറഞ്ഞാൽ വേറെ ഞാൻ ഇതിൽ കണ്ടെത്തുകയാണ്. ഈ വിയിൽ മാത്രമേ പ്ലസ് ഉള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ വി പറയുമ്പോൾ യു എഫ് ബൈ യു പ്ലസ് എഫ്. എഫ് കാണാൻ പറയുമ്പോൾ യു വി ബൈ യു മൈനസ് വി ഇതെഴുതി. ഇനി അടുത്തൊരു ഇക്വേഷൻ യു കാണാൻ പറഞ്ഞു വിചാരിക്കുക. യു കാണാൻ പറഞ്ഞാൽ യു ആണ് കണ്ടത്. അപ്പോൾ ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ എഫ് വി ബൈ എഫ് മൈനസ് വി, അത്രേ ഉള്ളൂ. എഫ് വി ബൈ എഫ് മൈനസ് വി. കണ്ടോ? ഇത്ര ഉള്ളു ഇക്വേഷൻ പഠിക്കുക. സിമ്പിൾ അല്ലേ? അപ്പൊ ഇത് തന്നെ കണ്ടെത്താം. യു കാണാൻ പറഞ്ഞാൽ എഫ് വി ബൈ എഫ് മൈനസ് വി. വി കാണാൻ പറഞ്ഞാൽ വി ഈസ് ഈക്വൽ ടു യു എഫ് ബൈ യു പ്ലസ് എഫ്. എഫ് കാണാൻ പറഞ്ഞാൽ എഫ് ഇവിടെ എഴുതി, ബാക്കി ഇവിടെ യുവും വിയും. അപ്പൊ യു വി ബൈ യു മൈനസ് വി. ഇങ്ങനെ വേണമെങ്കിൽ കണ്ടെത്താം. ഇനി ഇത് ബുദ്ധിമുട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുക? ഇങ്ങനെ പഠിക്കണ്ട. ഞാൻ വെറുതെ ഒരു ഐഡിയ പറഞ്ഞുള്ളൂ. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യാം? എന്തായാലും ആ പ്രോബ്ലം വരും. അപ്പോൾ മുകൾ ഭാഗത്തിന് യുവും എഫും വി എഴുതിയിട്ട് ഇങ്ങനെ പ്ലസ് ഇട്ടേക്കുക. ഇത് നിങ്ങൾക്കുള്ളൊരു കോഡാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്തു? 1, 2, 3 ഇക്വേഷനായി. അപ്പോൾ ആ 3 ഇക്വേഷൻ കണ്ടെത്താൻ ഈസി മെത്തേഡ് ഞാൻ പറഞ്ഞുള്ളൂ. ഇനി അടുത്ത പവർ ഓഫ് ലെൻസ്. പവർ ഓഫ് ലെൻസ് പറഞ്ഞാൽ പി ഈസ് ഈക്വൽ ടു 1/f ആണ്. എഫ് എന്ന് പറഞ്ഞാൽ ഫോക്കൽ ലെങ്ത്. അപ്പോൾ പി ഈസ് ഈക്വൽ ടു 1/f. പവറൊക്കെ കാണാൻ നിർബന്ധമായിട്ട് വരും കേട്ടോ. അപ്പോൾ പി ഈസ് ഈക്വൽ ടു എന്താണ്? 1/f എന്ന് ഓർത്ത് വയ്ക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് കിട്ടുന്ന പവർ നെഗറ്റീവ് ആണെങ്കിൽ അത് കോൺകേവ് ലെൻസ് ആയിരിക്കും. കേവ് പറഞ്ഞാൽ ഗുഹ. ഗുഹയുടെ ഉള്ളിൽ പോകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? പടച്ചോനെ എന്തെങ്കിലുമൊക്കെ പറ്റുമോ എന്നൊരു തോന്നലുണ്ടോ? അപ്പം നെഗറ്റീവ് ചിന്തകൾ ഇങ്ങനെ വരും. അതുകൊണ്ട് ഓർത്ത് വയ്ക്കുക, പവർ നെഗറ്റീവ് ആണെങ്കിൽ അത് കോൺകേവ് ലെൻസ് ആണ്. പവർ പോസിറ്റീവ് ആണെങ്കിൽ അത് ഏതാണ്? കോൺവെക്സ് ലെൻസ് എന്ന് ഓർത്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പവറിന്റെ യൂണിറ്റ് എന്താണ്? ഡയോപ്റ്റർ. അതിനെ ക്യാപിറ്റൽ ഡി എന്ന കൊണ്ട് സൂചിപ്പിക്കുന്നു. ഇതും കൂടി പഠിച്ചു വയ്ക്കണം. അപ്പോൾ പി ഈസ് ഈക്വൽ ടു 1/f. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എഫ് എപ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? 25 സെന്റിമീറ്റർ. സെന്റിമീറ്റർ ഇതിലുള്ളൂ, മീറ്ററിലേക്ക് മാറ്റണം. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം ചെയ്യേണ്ടത്. പ്രോബ്ലമൊക്കെ നമുക്ക് വഴിയെ ചെയ്യാം. അപ്പോൾ 5ാമത്തെ ഒരു ഇക്വേഷൻ, 4ാമത്തെ ഒരു ഇക്വേഷൻ ആയിരുന്നു അല്ലേ. ഇനി അടുത്ത മാഗ്നിഫിക്കേഷൻ, ആവർത്തനം. മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എം ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ദി ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. അല്ലെ, എം എന്ന് പറഞ്ഞാൽ പ്രതിബിംബത്തിന്റെ ഉയരം ബൈ വസ്തുവിന്റെ ഉയരം. പ്രതിബിംബത്തിന്റെ ഉയരം ബൈ വസ്തുവിന്റെ ഉയരം. അതായത് എം ഈസ് ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ദി ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. ഇങ്ങനെ എഴുതുക. എം ഈക്വൽ ടു എച്ച് ഐ ബൈ ഒ. അതുകൊണ്ടില്ല, എം ഈക്വൽ ടു എച്ച് ഐ ബൈ ഒ. എച്ച് ബൈ എച്ച് ഒ, ഹൈറ്റ് ഓഫ് ദി ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. സി ഈക്വൽ ടു എന്ത് എഴുതാം? വി ബൈ യു എന്ന് എഴുതാം. അപ്പൊ ആ ഒരു ഇക്വേഷൻ കൂടെ പഠിച്ചതിന് സി ഈക്വൽ ടു വി ബൈ യു. അതായത് എം ഈക്വൽ ടു എച്ച് ഐ ബൈ എച്ച് ഒ ഈസ് ഈക്വൽ ടു വി ബൈ യു. ഇങ്ങനെ പഠിച്ചു വെച്ചാൽ വളരെ നല്ലതാണ്. ബഹുകേമായി. ഇനി അടുത്ത് എന്താണ്? എം ഈക്വൽ ടു. അപ്പോൾ ആ ഒരു കാര്യം. അപ്പോൾ ഇനി ഇവിടെ നെഗറ്റീവ് ആണ് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എങ്കിൽ, അതായത് മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിൽ അത് റിയലും ഇൻവേർട്ടും യഥാർത്ഥം തലകീഴായിരിക്കും. ഇനി മാഗ്നിഫിക്കേഷൻ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ അത് വെർച്വലാണ്, മിഥ്യയാണ്, നിവർന്ന പ്രതിബിംബമായിരിക്കും. ഓർത്തേക്കുക. ഇങ്ങനെ ആകെ ടോട്ടൽ മൊത്തം 6 ഇക്വേഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഇക്വേഷനുകളൊക്കെ നിർബന്ധമായിട്ടും മക്കളെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ സെക്കൻഡ് ചാപ്റ്ററിലാണ് കൂടുതൽ പ്രോബ്ലങ്ങളൊക്കെ കൂടുതൽ വരാൻ ചാൻസ്. ഫസ്റ്റ് ചാപ്റ്ററിൽ വരും, ആ ഒരു വേവിനെ ബേസ് ആയിട്ടുള്ള പ്രോബ്ലങ്ങളൊക്കെ വരും. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? അടിപൊളിയായിട്ട് പഠിക്കണം. അപ്പോൾ പരീക്ഷയുടെ മുന്നേ 6 12 ഇക്വേഷൻ സെറ്റ് അല്ലേ? സെറ്റ് മാറുതല്ലേ മക്കളെ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ താഴെ നല്ല കമൻറ്റ് ബോക്സിനകത്ത് നല്ല മെസ്സേജുകളൊക്കെ രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. മടിക്കരുത്, മറക്കരുത്. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ബുദ്ധിമുട്ടുള്ള ഏരിയ ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. ഞാൻ അതൊക്കെ ഒരു കണ്ടന്റ് വീഡിയോ ആയിട്ട് എന്ത് ചെയ്യും? നമ്മളെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ കാണുന്നതോടൊപ്പം തന്നെ നിങ്ങളെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. എല്ലാവരും പഠിക്കട്ടെ. അപ്പോൾ പരീക്ഷയുടെ മുന്നേ 6 12 ഇക്വേഷൻ സെറ്റ്.